യെസ്, വീണ്ടും വാർത്തകളിലേക്ക്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുമ്പോൾ എന്നും പ്രതിഷേധത്തിന്റെ വാർത്തകളാണ് വരുന്നത്. സഭ തുടങ്ങുന്നത് പിന്നെ മിനിറ്റുകൾ കൊണ്ട് അവസാനിക്കുന്നു, നിർത്തിവെക്കുന്നു. പക്ഷേ ഇനി കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. ഇന്നു മുതൽ പാർലമെന്റ് നടപടികളിൽ സഹകരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അദാനിക്കെതിരായ അഴിമതി ആരോപണം, സമ്പൽ സംഘർഷം എന്നിവയടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 5 ദിവസമായുള്ള സ്തംഭനാവസ്ഥയ്ക്ക് ശേഷമാണ് പ്രതിപക്ഷ തീരുമാനം. തൗഫീഖ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, സ്ഥിരമായി കഴിഞ്ഞ 5 ദിവസമായി സഭാ നടപടികൾ തുടങ്ങുന്നതേ കാണുന്നുള്ളൂ, അപ്പോൾ തന്നെ പ്രതിപക്ഷ ബഹളത്തോടു കൂടി അവസാനിക്കുന്നു. പ്രതിപക്ഷത്തിനാണെങ്കിൽ ധാരാളം വിഷയങ്ങൾ പ്രതിഷേധിക്കാനും ഉണ്ടായിരുന്നു. ഇന്നു മുതൽ എന്തുകൊണ്ട് സഹകരിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി തൗഫീഖ്? ജിൽസി, ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പാർലമെന്റ് സാധാരണ തുടങ്ങുമ്പോൾ തന്നെ വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്താറാണ് പതിവ്. സമ്പൽ വിഷയം, അതോടൊപ്പം തന്നെ അദാനി വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷം കഴിഞ്ഞ 5 ദിവസമായി നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഇത് കേന്ദ്രം അംഗീകരിക്കാതെ വന്നതോടെയാണ് സഭാ നടപടികൾ നിർത്തിവെക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് പോയത്. ഇതിനെതിരെ ലീഗിലും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെല്ലാം വലിയ രീതിയിലുള്ള ഒരു ഭിന്നത ഉടലെടുത്തിരുന്നു. തുടർന്നായിരുന്നു ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഇരുസഭകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്താമെന്ന് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സഭാ നടപടികളോട് സഹകരിക്കാനായിട്ട് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ 13, 14 തീയതികളിലും രാജ്യസഭയിൽ 16, 17 തീയതികളിലുമായിരിക്കും ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുക. ഈ ചർച്ചയുടെ വേളയിൽ കൂടുതൽ വിമർശനങ്ങൾ ഉയർത്താനായിട്ടാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ നടത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിന് പിന്നിൽ പ്രതിപക്ഷം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ നടക്കുന്ന സഭാ നടപടികളോട് സഹകരിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം കൂടുതൽ വിഷയങ്ങൾ, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളോട് പ്രതികരിക്കാമെന്ന് കൂടി പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെ നിരന്തരമായി സഭാ നടപടികൾ മുടങ്ങുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തി രംഗത്തെത്തിയിരുന്നതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ ഒരു ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച ഈ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത് കൂടി ഒരു കാരണമായി പ്രതിപക്ഷം പറയുന്നുമുണ്ട്. ഇന്നു മുതൽ സഭാ നടപടികൾ സുഗമമായി നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നെല്ലാം ഉയർന്നിരുന്നത്. പ്രത്യേകിച്ച് ഈ അദാനിക്കെതിരെയുള്ള അന്വേഷണം കേന്ദ്ര സർക്കാർ ഇതുവരെയും നടത്തുന്നില്ല. മറ്റു രാജ്യങ്ങളിൽ ഇത്തരത്തിലൊരു നടപടിയെടുക്കുമ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നുവെന്നായിരുന്നു പ്രതിപക്ഷം പ്രധാനമായും ചോദിച്ചത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്ന അടക്കമുള്ള തീരുമാനം, അല്ലെങ്കിൽ സഭക്കകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയും ഈ സഭാ നടപടികൾ സ്പീക്കർ നിർത്തിവെക്കുന്ന ഇതിലേക്കെല്ലാം പോയത്. ഇനിയിപ്പോൾ അത്തരമൊരു തീരുമാനം ഉണ്ടാകില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. പ്രതിപക്ഷം ഇതിനോട് പൂർണ്ണമായും ചർച്ചകളോട് സഹകരിക്കുമെന്നും വിവരം ലഭിക്കുന്നുണ്ട്. യെസ്, എന്തായാലും ഇന്ന് മുതൽ ബഹളങ്ങളില്ലാതെ പാർലമെന്റിലെ കാര്യങ്ങളോട്, പാർലമെന്റിൽ നടക്കുന്ന നടപടിക്രമങ്ങളോട് സഹകരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇതിന് ഇന്ത്യ സഖ്യത്തിനിടയിലുണ്ടായ ഒരു ഭിന്നത കൂടി കാരണമായി എന്നുള്ളതാണ്. എന്തായാലും സഭാ നടപടിക്രമങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ പ്രതിഷേധം ഉയർത്താനാണ് തീരുമാനിക്കുന്നത്.